അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങട്ടെ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ പിന്നെയും 2 ആഴ്ചത്തോളം വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പീരിമോളുടെ കഴുത്ത് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഇവിടെ തണവും കൂടിയാണല്ലോ. അപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു വിലക്കം സംഭവിക്കാന്നൊക്കെ പറയണമല്ല പറ്റിയേക്കായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് അനങ്ങുമ്പോൾ അവൾക്ക് ആള് ഭയങ്കര വിഷമം, കരച്ചിൽ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരാഴ്ചത്തേക്ക് അല്ല 3 ദിവസത്തേക്ക് മരുന്ന് തന്നു. അതുകൊണ്ട് മാറിയില്ല. രണ്ടാമത് കൊണ്ടുചെന്ന് ന്യൂറോനെ കാണിച്ചു. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ബെൽറ്റ് ഒരു ദിവസം ഫുള്ളായിട്ട് ബെൽറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ബെൽറ്റ് ഇട്ടിട്ട് പിറ്റേ ദിവസം ഊരിയപ്പോൾ തന്നെ കുറഞ്ഞു. പിന്നെ 2 ദിവസം കൂടി 3 ദിവസമാണ് പറഞ്ഞത്, 2 ദിവസം കൂടി നിർബന്ധിച്ച് ഇട്ടു ആൾ ഓക്കെ ആയി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പിള്ളേരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അനങ്ങുമ്പോൾ വേനെടുക്കണം ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റണ ഒരു ഇതല്ലല്ലോ, അതുകൊണ്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാനപ്പോൾ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ചെയ്യാം എന്നോർത്ത് ഉച്ചയായി. ഇപ്പോൾ അമ്പടിക്ക് സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സ്കൈ ഇവിടെ ഉണ്ട്. ഹായ് പിലി, വന്നേ വേവാ. സ്കൈനെ കാണാൻ വേണ്ടി ഞാൻ താത്തി വെച്ചതാ. ഒരു ഹലോ പറഞ്ഞ എല്ലാവർക്കും. കഴുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കി കാണിച്ചു കൊടുത്തേ. ഇപ്പൊ ഓക്കെ ആയാ? ഇപ്പൊ പെയിൻ ഉണ്ടാ? ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ പീലി കുഞ്ഞിന് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു വന്ന് ഞങ്ങൾക്ക് ഒരു സ്കൈ ആയിട്ട് തല്ലി പിടിക്കുന്നു. അപ്പൊ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വാമ്പാടി യു ജോയിൻ. ഇപ്പൊ പുഷ്പയാണ്. ഇനിയിപ്പോൾ അത് കാണിക്കും. ഇതിനകത്ത് പുഷ്പ ഒരു ബ്രാൻഡാന്ന് പറഞ്ഞ് പുറത്ത് ഇങ്ങനെ ഇട്ട് കൊട്ടലാണ്. ഇവിടെ ഒന്ന് കാണിക്കേ. അല്ല അവിടെ പോയി ഇങ്ങോട്ട് വന്നിട്ട് കാണിക്കേ. അയ്യോ, അമ്പാടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ശരിയാക്കിയതാണ്. ഇപ്പം ഇതെന്താ കൈക്കൊന്നും പറ്റിയതെന്നല്ല. എന്താ കാരണം അമ്പാടി? പുഷ്പ ബ്രാൻഡാണല്ലേ? അപ്പൊ ഇപ്പൊ പുഷ്പക്കളനായേക്കാണ്. എന്റെ അമ്മ, പുഷ്പ ഫയറുമാണ്. അപ്പൊ ആകെ പ്രശ്നമാവൂലോ. അല്ല കൈക്ക് എന്നിട്ട് പറ്റി കൈ വേദന എടുക്കണ്ട, അന്ന് ഡോക്ടറെ അടുത്ത് പോവാ. പുഷ്പ ഇങ്ങനെ പിടിക്കണേ. അപ്പൊ ആങ്ങളെ പറയണത് കേട്ട് പെങ്ങള് അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ആങ്ങളക്ക് അഡ്ജസ്റ്റ് കൊടുത്തു പറഞ്ഞു. ശരി. അപ്പൊ വേറെ എന്നിട്ട് പറയാനുള്ള പുഷ്പക്ക് എന്നിട്ട് പറയാനുള്ള വീഡിയോ എല്ലാരും കാണണമെന്ന് പറ. വീഡിയോ എല്ലാവർക്കും കാണണം. പുഷ്പയുടെ വീഡിയോ എല്ലാവരും കാണണമെന്ന് പറ. പുഷ്പയുടെ വീഡിയോ എല്ലാവർക്കും കാണണം. എല്ലാവർക്കും കാണണമെന്നല്ല, എല്ലാവരും കാണണം. പുഷ്പയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യണം. പുഷ്പയ്ക്ക് ആകെ ദേഷ്യം കയറിയേക്കാണ്. എൻ്റെ അമ്മ ഒന്ന് പീലി കാണിച്ചു തന്നു. പുഷ്പയായിട്ട് ഒന്ന് കാണിച്ചേ. പുഷ്പ ഒന്നായേ. പീലി ആരാ? മറ്റേ ആരാടാ പാടിയത്? വേട്ടയൻ. എന്നാ വേട്ടയനായി ഒന്ന് കാണിച്ചു കൊടുത്തേ. പുഷ്പ അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് പുഷ്പ പോയി. പെങ്ങള് അങ്ങോട്ട് കണ്ടില്ലേ. ഇതാണ് ഇവിടത്തെ കാര്യങ്ങള്. അപ്പൊ പീലിയുടെ ഇത് മാറി, കഴുത്തിന്റെ വേനയൊക്കെ മാറി. സ്കൈ ഇവിടെ ഉണ്ട്. മോളിലൊരു പുഷ്പ ഇരിക്കുന്നുണ്ട്. പുഷ്പ മാറിപ്പൊക്കൊന്ന് ഞങ്ങള് വീഡിയോ ചെയ്തോളാം. വേണ്ട, പുഷ്പ ഇവിടെ ഇരുന്നോട്ടെ.
ഒരു രജനീകാന്തനും ഒരു പുഷ്പയുമുണ്ട് ഈ വീട്ടിൽ. അത് കാരണം ഞങ്ങൾക്ക് അവരാരെയും സ്വന്തമായിട്ട് കാണാൻ പോകണ്ട, ഇവിടെ തന്നെ ഉണ്ടല്ലോ. സ്കൈനെ തല്ലി പിടിച്ചേ അതിനായിട്ട് പിണങ്ങി. അപ്പം ഇന്ന് ചെറിയ ഇപ്പം ഈ ബാക്കിൽ കാണുന്ന ഭിത്തിയില്ലേ, ഈ സൈഡ് ഒന്ന് വൃത്തിയാക്കണം. വൃത്തികേടാക്കണം എനിക്ക്. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അനിൽകുമാർ എന്ന പേര്, ദുബായിലാണ് വർക്ക് ചെയ്യണത്. ആളെന്നോട് ചോദിക്കുകയാണ്, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുകയാണ്, നിറയെ പണിയുണ്ടല്ലേ, അപ്പോൾ പണികൾ ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. പണി എല്ലാവർക്കും ഉണ്ട്, പെണ്ണുങ്ങൾക്ക്, വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒട്ടുമിക്കവർക്കും പണികളുണ്ട്. അത് കഴിഞ്ഞ് അവർ പുറത്ത് പണിക്ക് പോകണവരാണ്, ഞാൻ അന്നും പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ അതൊരു ഭാരമല്ല. എനിക്ക് ആകെ ചെയ്യാൻ മടിയുള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകലാണ്. അതെനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വീടൊക്കെ വൃത്തിയാക്കണത്, അങ്ങനെ ഒതുക്കിയിടുന്നത്, പുതിയ മോഡലാക്കണത്, മാറ്റം വരുത്തുന്നത്, അതൊക്കെ ഭയങ്കര ഇഷ്ടം. പെയിൻറ്റ് ചെയ്യണത്, പിക്ചർ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും വരച്ച് അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ ഓൾറെഡി എനിക്ക് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഞാൻ ചെയ്യണത് ഇത് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കിച്ചണിലുള്ള പാത്രത്തിനോടും നമുക്ക് അങ്ങനെ ഒരു ഇതാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാട്ട് വയ്ക്കും, ഒന്നല്ലെങ്കിൽ ഒരു കവിത വയ്ക്കും, എന്നിട്ട് അത് കേട്ടുകൊണ്ട് ചെയ്യും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ പാടാറിയണവർ പാടാം, എന്നെ പോലുള്ളവർ പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് വിടും. പാടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം. പുതിയ മുഖം എന്നൊക്കെ പറയണ പോലെ എടി അതിനെ വിട്ടടി അങ്ങനെ എടുക്കണം. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ല. പാടാൻ അറിയണവരാണെങ്കിൽ പാടുക, അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ വെക്കുക. ഞാൻ കണ്ടെത്തിയ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കിതിനോടുള്ള ആ ഒരു വിരസത അങ്ങോട്ട് മാറിക്കിട്ടും. നമുക്ക് അത് ചെയ്യാനായിട്ടൊരു മടിയുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഈ ഭിത്തിമേന്ന് ഈ വശം നമുക്ക് വൃത്തികേടാക്കലാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. സമയം ഉണ്ടെങ്കിൽ ഈ ഭിത്തിയും വൃത്തികേടാക്കണം, ഈ വശത്തെ വൃത്തിയും വൃത്തികേടാക്കണം. 2 ഭിത്തിയും എനിക്ക് വൃത്തികേടാക്കണം. അപ്പം ഞാൻ തുടങ്ങാം. വെറുതെ ഒരു രസം പാടി. അപ്പൊ പീലി ആരാ? ആരാ? വേട്ടയ്യൻ, രജനീകാന്തൻ. പീലി രജനീകാന്തൻ. അതാണ് പീലി. രജനിയേട്ടൻ അല്ല, ഈ വേട്ടയെ എങ്ങനെ കാണിക്കണേ ഒന്ന് കാണിച്ചു തന്നെ. പുഷ്പ പോരും, അതിന് മുമ്പ് വേഗം കാണിക്ക്. പുഷ്പ വന്നു കഴിഞ്ഞ പ്രശ്നമാവും. കാണിക്ക്. എന്തിനു വന്നു? ചാടി തുള്ളാനാ? എന്ത് ചാടി തുള്ളാൻ വന്നല്ലോന്നല്ലേ? ചേട്ടൻ തുള്ളാൻ വന്നല്ലോന്ന്. കഴിഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ അന്ന് മാറിക്കൊടുക്ക്. ചേട്ടനൊന്നും കൂടി പുഷ്പ ആവട്ടെ, എന്നിട്ട് വേണം അത്. പുഷ്പ ഞാൻ അവിടെ ഒരു പിക്ചർ വരയ്ക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് തോന്നി വേണ്ട. നമ്മുടെ അമ്പാടിക്കൂട്ടൻ്റെ 1ാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ അടിച്ച ഒരു ഇതാണ്, ഇതവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറേ നാളെ ഇങ്ങനെ പുഷ്പയുടെ ചെറുപ്പത്തിലെ. അപ്പം ഇതവിടെ സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്ര ആയുണ്ട്, ഇനി ഉണ്ട് പണി.
പുഷ്പ തല്ലുടുത്തും തുടങ്ങി 2 കൂടി പുഷ്പയാണെന്നും പറഞ്ഞു. ഞാനതേ അത് ഒട്ടിക്കൽ കഴിഞ്ഞു. കാണാനുള്ളല്ലോടം പാടി ഒട്ടിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ ഞാൻ സെറ്റിയൊക്കെ കുടഞ്ഞ് വിരിച്ചു. അങ്ങനെ ആ ഭിത്തി സംബന്ധമായ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഇത് അത് പുഷ്പയുടെയാണ്. എന്താ പുഷ്പ ഇത് ചെരിഞ്ഞിരിക്കണേ? അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വലിയൊരു ഉറക്കത്തിന് ഞാൻ കയറി. പിരി അമ്പാടി കിടന്ന് ഉറങ്ങി. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടി. ഉച്ചയുറക്കം എന്നല്ല പറയേണ്ട, വൈകുന്നേരം ഉറക്കം എന്ന് പറയണം. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് അമ്പാടിനെ പഠിപ്പിച്ചു. പിന്നെ വിളക്ക് വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇതേപ്പം ഇത്രയും സമയമായി. അപ്പോൾ അതൊന്നും ഇതിനകത്ത് പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ മടിയാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായാലും എടുത്തിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിന്നെയും അത് ഇങ്ങനെ ചെറുതായാലും ഇടണം എന്നുള്ളൊരു ചിന്താഗതി വരുള്ളൂ എന്ന് ഓർത്തിട്ടും കൂടിയാണ്. അപ്പോൾ അതെ, ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. അപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നാളെ ചെറിയൊരു രീതിയിലുള്ളതും കൂടി പെടുത്തണോ അതോ ഇത് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യണോ എന്നുള്ള ചിന്തയിലാണ് ഞാനിരിക്കണേ. ഇത്രയൊക്കെ തന്നെ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ വരും. അതൊരു ശല്യമായിട്ട് ആരും വിചാരിക്കരുത്. എൻ്റെ ഒരു സന്തോഷം, എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം. കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വീഡിയോ ഇടാം. 100-200 പേരായാലും കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ആദ്യം ഉണ്ടായത് 4 പേരാണ്, ഞാനും ഹസ്ബൻഡും പിന്നെ ആങ്ങളമാർ 2 അങ്ങനെ 4 പേര് ആകെ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് ഇവിടെ വരെ 200 എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ടാണ്, വലിയ സംഖ്യയാണ്. അപ്പോൾ അത് വരെ എത്തിയത് ഇങ്ങനെ ഇട്ടതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും കണ്ടു നോക്കിക്കോളൂ. ചെറിയ കുട്ടി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വരും. അപ്പം ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ. പിന്നെ ചെയ്ത അവിടെ വൃത്തിയാക്കിയ സ്ഥലം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എടാ ഒരു ടാറ്റ പറയടാ. എല്ലാവർക്കും നിന്നെ ഇഷ്ടാണെന്ന്. എടാ നിന്നെ എല്ലാവർക്കും ഇഷ്ടാണെന്ന്. എടാ ഇവന്റെ ചെക്കാന്ന് വിളിക്കുന്നതൊക്കെ ഇവനെ അറിയാട്ടോ. എടാ പൊട്ടാസേ ചെക്കാസേ ഒക്കെ ഞാൻ വിളിച്ചൊക്കെ വിളിയേക്കും. ഓടി വരും. ഒന്നേരം കണ്ടിക്കട കുഞ്ഞു. അപ്പം എല്ലാവരോടും ഒരു ശുഭയാത്രി. എല്ലാവരും ഫീലിക്കും പറയണോ? എന്ത് പറയണ്ടേ? പറ ഓക്കെ എന്ന് പറ. ഗുഡ് നൈറ്റ്. ഇവർ 2 TV കാണാണ്. ഇവർക്ക് കുറച്ച് നേരം പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരം അവരുടെ പ്രോഗ്രാംസ്, കുട്ടികളുടെ പ്രോഗ്രാം വെച്ച് കൊടുക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. ഇപ്പം ഫോണും തല്ലി കൊടുക്കൂല.